കർത്താവെ ഗ്രാജുവേഷനായി സ്തോത്രം ചെയ്ത് കർത്താവ് ഇത്രത്തോളം കർത്താവെ കൊണ്ടുവന്ന കൃപകൾക്കായി നന്ദി. ഇന്ന് പകൽക്കാലം കർത്താവ് പല ജില്ലയിൽ നിന്ന് പല സ്ഥലത്ത് നിന്ന് കടന്നു വന്ന കർത്താവ് ജനത്തെ എൻ്റെ മുൻനിരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. അഭിഷക്തന്മാർക്കായി സ്തോത്രം, ഗ്രാജുവേറ്റ് ചെയ്യുന്ന കർത്താവ് 24 പേർക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവിളിച്ച് നടത്തുമാറാകണമേ. അഭിഷക്തമായ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേ. ക്രിസ്തുവിന്റെ നല്ല ഭടനായി കർത്താവിന്റെ വേല ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളിലും കൃപ കൂടിയിരിക്കണമേ. പ്രകൃതി അനുകൂലമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃത്യസമയത്ത് സഹായിക്കണമേ കർത്താവേ. ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഷൈസറിനായി പ്രാർത്ഥിക്കുന്നു, ബെൻസിക്കസാറിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ, അനീഷ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പാട്ടുകൾ പാടുവതിൽ ബലപ്പെടുത്തിയാട്ടെ. വലിയൊരു അഭിഷേകത്തിന് നിറവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഭരിച്ചു നടത്തുമാറാകണം. ദൈവകൃപകളാൽ നിറയ്ക്ക് മറക്കണം കർത്താവേ. എല്ലാവരുടെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ദൈവങ്ങളെ സമ്പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഭരിച്ചു നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന വിരുദ്ധമായി നിൽക്കുന്ന വാഴ്ചകൾ, അധികാരങ്ങൾ, സൈനിക പോരുകൾ, പോരാട്ടങ്ങൾ, അന്ധകാര ശക്തികൾ യേശുവിനെ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മ നിയോഗം നിലത്തുണ്ടാകട്ടെ. എല്ലാ മറ്റു ചിന്തകളും മാറിപ്പോകട്ടെ കർത്താവേ. ആത്മാവിന്റെ നിയോഗവും നിയന്ത്രണവും ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം നമ്മൾ നിറയ്ക്കണം. ചെയ്താട്ട് കർത്താവ് കൃപ കൂടിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലേ. കൃപയൊന്നു മാത്രം യേശുവേ.
ദൈവം നമ്മളെ നിർത്തിയതാണ്. അങ്ങനെ പറയാൻ പറ്റും, ദൈവം എന്നെ നിർത്തിയതാണ്. എന്തുകൊണ്ട് ദൈവം നമ്മളെ നിർത്തിയത്? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ കുറിച്ച് പദ്ധതികളൊന്നും അവസാനിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് ഈ 2025 രണ്ടാം മാസം ഈ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ ബലമുള്ളവർ, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, ഹല്ലേലൂയ, ആരുടെ മണ്ണിൽ ഒതുങ്ങിയപ്പോൾ നാം കഴിച്ച ആഹാരമോ നാം കഴിച്ച മരുന്നോ ഒന്നുമല്ല, ദൈവം നമ്മളെ കൺമണി പോലെ പരിപാലിച്ചതുകൊണ്ട്. അതിന് എത്ര പേർക്ക് അങ്ങനെ ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, ഒത്തിരി നിരവധി അപകടങ്ങൾ എന്റെ മുമ്പിൽ കടന്നു വന്നു. പലപ്പോഴും ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന്. പക്ഷേ അതുകൊണ്ട് ദൈവം പറയുന്നത് പോലെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന വാക്കിന്റെ ഒരർത്ഥമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കുറിച്ച് പദ്ധതികൾ അവസാനിപ്പിച്ചിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. പലർക്കും ഈ ദൈവവചനം പഠിക്കാൻ കഴിയാതിരുന്നപ്പോൾ പല സ്ഥലത്തായിരുന്നു നമുക്ക് കിലോമീറ്റർക്ക് അപ്പുറത്തിരുന്ന് നടത്തിയ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തിരുവചനം മാറ്റമില്ലാത്ത തിരുവചനം പഠിക്കാൻ ദൈവം തന്ന വലിയ കൃപയല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് നമുക്ക് സ്തുതി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രൈസ് ദി ലോർഡ്. ആ സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് നമുക്ക് മഹത്വപ്പെടുത്താം.
പലവട്ടം ഹല്ലേലൂയ ഈ ക്ലാസ്സിൽ നിന്ന് പിന്മാറാൻ പലപ്പോഴും വിചാരിച്ചില്ലേ? Praise the Lord, hallelujah. അവിടെ എല്ലാം നമ്മളെ കണ്ടൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ, ഇതെല്ലാം നമ്മളെ കണ്ടൊരു കർത്താവുണ്ട്. Praise the Lord, hallelujah. ഇത് ദൈവത്തിന്റെ വലിയ നിർണയമാണ്. ദൈവത്തിന്റെ വലിയ നിർണയമാണ് നമ്മളെ കുറിച്ചുള്ള. ദൈവത്തിന്റെ വലിയ നിർണയമാണ്. സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് അനുകൂലമായി വന്നില്ല. പലപ്പോഴും സാഹചര്യം പ്രതികൂലമായപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്ന ദൈവമക്കളെ, നമ്മളെ വിളിച്ചത് ഉന്നത വിളിയാണ്. നമ്മളെ വിളിച്ച് ഉന്നത വിളിയാന്നുള്ള ആ ഉറപ്പുള്ളവർ, ബോധ്യമുള്ളവർ ആ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയിട്ട് നമ്മളെക്കാൾ പഠിപ്പുള്ളവരില്ലായിരുന്നോ? നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരില്ലായിരുന്നോ? How can you choose? എന്തുകൊണ്ട് ദൈവം നമ്മളെ ഉപയോഗിച്ചു? എന്തിന് ദൈവം നമ്മളെ കണ്ടു? Praise the Lord, hallelujah. അതുകൊണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകും. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാ വേദിയിലും സദസ്സിലുമായിട്ട് ആയിരിക്കുന്ന ബഹുമാന്യരും ആദരവുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ യോഗത്തിന്റെ പ്രഥമ കർത്തവ്യം നിർവഹിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളും ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടറുമായിരിക്കുന്ന റവറന്റ് ഷാജി സിയോൻ അവറുകളെ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യുന്നു. സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യാപകരിൽ ഒരാളായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ നമ്മുടെ കൂടെയുണ്ട്. പ്രിയ കർത്തദാസൻ ബെൻ സിംഗർ അവറുകളെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ കർത്തദാസനെയും ഈ യോഗത്തിലേക്ക് സാറിന്റെ പ്രസന്റിലല്ല എങ്കിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാജുവേറ്റ്സ് എല്ലാവരെയും ഓർക്കുന്നു. പേരെടുത്ത് പറയുന്നില്ല. ഏകദേശം 24 പേരാണ് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്നത്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളടച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് വാഴ്ത്തുകയാണ്.
പരിശുദ്ധനെ നന്ദിയോടെ ഞങ്ങൾ അങ്ങ് പുകഴ്ത്തുന്നു. കർത്താവ്, ഇന്ന് പകൽക്കാലത്തുള്ള ശുശ്രൂഷ ദൈവം ആഹരിക്കണമേ. സകല മേഖല ദൈവത്തിന്റെ കരുതലുണ്ടാകണമേ. പരിശുദ്ധാത്മാ ഭരിച്ചു നടത്തുമാറാകണം. എല്ലാ നന്മകളാദ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഗീതത്തിലൂടെ കേട്ടതുപോലെ ഒരു പൂർണ്ണ ബലത്തോടെ പൂർണ്ണശക്തിയോടെ ഞങ്ങൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന സകല കേട്ടതിനായി സ്തോത്രം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഈ സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളുമായിരിക്കുന്ന ബഹുമാനകർത്ത ദാസൻ ഷാജി സിയോൺ അവറുകൾ മുമ്പോട്ട് കടന്നു വന്ന ഇതിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ഇതുവരെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ ഓർമ്മിപ്പിക്കും. അതിനെ തുടർന്ന് നമുക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒറ്റവാക്യത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ തിരുപ്പാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 119 സംഗീതം 1-ാമത്തെ വാക്യം. 119-1 ഒരാളുടെ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചേ. ആ 2-ാമത്തെ വാക്യം ഇവിടെ ചേർത്ത്. ആ പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അഭിഷേകൻ പറഞ്ഞതുപോലെ ഇതിടാൻ പറ്റില്ല. ഇതിന് വിലയുണ്ട്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേക തൈലം കേവലം പാത്രത്തിൽ നിറച്ചതല്ല, ഇത് കൊമ്പിൽ നിറച്ച അഭിഷേക തൈലമാണ്. നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേക തൈലം കൊമ്പിൽ നിറച്ചതെന്ന് പറഞ്ഞാൽ ഇന്ന് പകർന്നാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കാൻ പറ്റുന്നവരുടെ കാര്യങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ തന്നെ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. യുദ്ധകളത്തിൽ അനേക കുതിരകളിൽ അവൻ പടയാളികളുമായി പാഞ്ഞു വരും. പക്ഷേ അനേക പടയാളികൾ മരിച്ചു വീഴുന്ന കുതിരകളും മരിച്ചു വീഴുമ്പോൾ അതിന്റെ പുറത്ത് ചവിട്ടി നിന്ന് യുദ്ധം ചെയ്യുന്നവന്റെ പേര് യഥാർത്ഥ പടയാളിയായ ഭാഗ്യവാൻ എന്ന പദവിയിലായിരിക്കുന്ന ഈ ലോകത്തിന് ആർക്കും കിട്ടാത്തൊരു പദവി, നിങ്ങളുടെ കൂടെ പഠിച്ചവർ കിട്ടാത്ത പദവി, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ കിട്ടാത്ത പദവി, നിങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്നവർക്ക് കിട്ടാത്ത പദവി, നിങ്ങളുടെ കൂടെ നടക്കുന്നവർ കിട്ടാത്ത പദവി, നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നവർക്ക്, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, നിങ്ങളുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർക്ക്, ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നവർക്ക്, ഒരേ സഭയിൽ ആരാധിക്കുന്നവർക്ക്, ഒരേ ധ്രുവത്തിൽ സഞ്ചരിക്കുന്നവർക്ക് കിട്ടാത്തൊരു മകൾ പദവി, നടപ്പിൽ നിഷ്കളങ്കരായ ദൈവജനത്തിന് നിങ്ങൾക്കുള്ള പദവി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നടപ്പിൽ നിഷ്കളങ്കരായിരിക്കണം, പ്രവൃത്തി ഉണ്ടായിരിക്കണം, ജീവിതം ഉണ്ടായിരിക്കണം. പ്രവൃത്തിയില്ലാത്ത ജീവിതം ശൂന്യമാണ്. ഇതിനകത്ത് എത്രയോ അപകടങ്ങൾ വന്നു, ഇതിനകത്ത് എത്രയോ പകർച്ചവ്യാധികൾ വന്നു, എത്രയോ പ്രശ്നങ്ങൾ വന്നു, എത്രയോ പരിഹാസങ്ങൾ വന്നു, എത്രയോ നിന്ന വന്നു, എത്രയോ കണ്ണുനീരുകൾ വന്നു, ഏതെല്ലാം രോഗങ്ങൾ വന്നു, ഏതെല്ലാം കടപ്പാടുകൾ വന്നു. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വകയില്ലാത്ത അവസ്ഥയിൽ വന്നില്ലേ? ഉറക്കമില്ലാത്ത രാത്രികൾ, ചിന്തിക്കാൻ കഴിയാത്ത രാത്രികൾ, പ്രശ്നങ്ങൾ നിറയപ്പെട്ട രാത്രികൾ, കണ്ണടയ്ക്കുമ്പോൾ കടപ്പാര മുമ്പിൽ വരുന്ന രാത്രികൾ, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ചിന്തിച്ചു നിന്ന് പകച്ചു നിന്ന രാത്രികൾ, അഗ്നിയുടെ നടുവിലും ഇറങ്ങി വന്ന ദൈവം പറയുന്നു, നീ ഭാഗ്യവാനാ, നിന്നിൽ കൂടെ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. നിന്റെ മേലെ ഒരു ഭാഗ്യപദവിയുണ്ട്, ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത, ഉലകത്തിൽ ആർക്കും നീക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യപദവി. ഏതിന്റെയും വളർച്ചയുടെ പിന്നിൽ ഒരു ശൂന്യത ഉണ്ടാകും. ശൂന്യതയില്ലാതെ ഒരിക്കലും വളർച്ചയില്ല, പരാജയമില്ലാതെ ഒരിക്കലും തകർപ്പില്ല. പരാജയമില്ലാത്ത ജീവിതം ഒരിക്കലും 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 പരാജയത്തിലേക്ക് പോകത്തില്ല, അവൻ വിജയത്തിലേക്ക് വരും. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത് കുറവുള്ളവരാണ്, കുറ്റമുള്ളവരാണ്, ബലഹീനമുള്ളവരാണ്, പറയാനോ പുകഴുവാനോ ഒന്നുമില്ലാത്തവരാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ മേൽ പവറുണ്ട്. അത് സ്പിരിറ്റുള്ള ദൈവത്തിന്റെ അഭിഷേകമെന്ന പവർ നിങ്ങളുടെ മേൽ ഇരിക്കുമ്പോൾ ആർക്കും നിങ്ങളെ എടുത്തു മാറ്റാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പരിശുദ്ധാത്മാവിനകത്ത് വ്യാപരിക്കുകയാ. നടപ്പിൽ നിഷ്കളങ്കരായവർ, ഒരു നേരത്തെ ആഹാരമില്ലെങ്കിലും, ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിലും,
ഇല്ലെങ്കിലോ മാറിയെടുക്കാൻ വസ്ത്രമില്ലെങ്കിലോ ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിപ്പാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിങ്ങൾക്ക് കൊടുത്തത് കൃപയാ. നിങ്ങൾ ഇരിക്കുന്ന ഈ വസ്ത്രം, ഇതിനൊരു പദവി ഉണ്ട് കേട്ടോ. ആരൊക്കെ നിങ്ങളെ ആട്ടിക്കളഞ്ഞാലും ചിലപ്പോൾ പറ്റ മുതലും പറയും ഇത് പറ്റില്ല, പരാജയം എന്ന് പറയും. പക്ഷെ ദൈവം പറയുന്നില്ല. സർട്ടിഫിക്കറ്റ് സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, നെടുമങ്ങാട്, ട്രിവാൻഡ്രം, കേരള. This certificate has satisfactorily completed the required in Malayalam, earned the necessary unit of credits, and passed all the examinations prescribed for the 1-year training program of Zion Full Gospel Bible Institute, and is given the certificate of Certain in Theology, CTH. First born I call Sister Omana Thambi. Please come forward and take your certificate. I request Zion Full Gospel Bible Institute Principal and Founder, Reverend Shaji Zion Avragal. Please come forward and give the certificate and award. Next, Tangama, Sister Tangama, please come forward and take your certificate. Please audience, please clap and encourage them. എല്ലാവരും കൈകൾ അടിച്ച് എൻകറേജ് ചെയ്താട്ടെ. Next, Sister Shari. Next, Sister Veena. Next, Sister Rosalie. Next, Sister Needu Abraham. Next, Sister Gidu Abraham. Next, Kesia Polos. Next, Linda Jacob. Next, Litty Jacob. Next, Divya. Next, Sister Adira.
Next, Brother Rajendra. Next, Brother Matthews. Next, Dinesh Patros. Next certificate goes to Diploma in Theology. I would like to call Brother Sabin Babu. Sister Prabha. Sister Bindu. Hallelujah. Bishop praise the Lord. Hallelujah. 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 Shamana Barakadari, Vaidagaradikal Kanadi, Shamparatuni, Katawe, Bakaram, and only the Church of Prarthik in the Tawe, or put the Abhishek in the Bakaram, in Shani will be Yabari in the Tawe, into whatever Paricha Sala Porigala, in the Pasala Par, Gatigal, there is a valuable Abhishar Mandala in the Bakar, or Pakara. അഭിഷേകന്മാരുടെ കരങ്ങൾ പതിയുമ്പോൾ അഭിഷേകന്മാരുടെ കരങ്ങൾ ഇവരുടെ തലമേൽ പതിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഇന്ന് പകൽക്കാലം നിറയട്ടെ കർത്താവേ. ഒരു ആത്മതീഷ്ണത ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ, ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഓ സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജി, ഡിപ്ലോമ ഇൻ തിയോളജി, ഈ രണ്ട് കോഴ്സുകൾ പൂർത്തീകരിച്ച 24 പേരും ഇന്ന് മുതൽ കർത്താവിൻ്റെ വേലയിൽ ഇവിടെ
നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങളോട് അറിയിച്ച ദൈവവചനപ്രകാരവും കർത്താവിൻ്റെ നാമപ്രകാരവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന വിശുദ്ധന്മാർ, വിശേഷാൽ സിയോൺ ഗോസ്പൽ മിനിസ്ട്രി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനും ഞങ്ങളുടെ പ്രസിഡന്റുമായിരിക്കുന്ന ഷാജി പാസ്റ്റർ, ഗസ്റ്റ് സ്പീക്കറും ഞങ്ങളുടെ അധ്യാപകനുമായിരിക്കുന്ന കെ തോമസ് പാസ്റ്റർ, ബൈബിൾ കോളേജിന്റെ ഡീനും സാറും ഇന്നത്തെ ഗ്രാജുവേഷൻ സെറമണിയുടെ അധ്യക്ഷനുമായിരിക്കുന്ന ജിൻഡോ പാസ്റ്റർ, ഞങ്ങളുടെ വചനം പഠിപ്പിച്ച ബെൻസിംഗർ പാസ്റ്റർ, അതുപോലെ ഇന്ന് സന്നിഗ്ധരല്ല എങ്കിലും ഞങ്ങളെ വചനം പഠിപ്പിച്ച ജോസ് പാസ്റ്റർ, ജോയ്സ് പി മാത്യു പാസ്റ്റർ, സാവു പാസ്റ്റർ, എല്ലാവർക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൂടാതെ സദസ്സിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, മറ്റു പ്രിയപ്പെട്ടവർ, ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്ന മറ്റു 18 സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത്തരത്തിൽ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം ഒരു അവസരത്തെ നൽകിയതിന് ഓർത്ത് ഞാൻ ദൈവത്തെ വളരെയധികം നന്ദി പറയുന്നു. വളരെയേറെ എൻ്റെ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ ഞാൻ ദൈവത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് സുബോധത്തോടെ ഈ ഭൂമിയിലായിരിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം. കാരണം 2023 പാസ്റ്റർ ഇങ്ങനെ ബൈബിൾ കോളേജിന്റെ കാര്യം പറയുന്നതായ ആ സമയത്തില് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ചതായ നന്മ എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചു. പക്ഷേ അതിന്റെ പൂർത്തീകരണം കാണുവാൻ സാധിക്കാതെ ഞാൻ വളരെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ സാഹചര്യത്തിലാണ് ഈ ബൈബിൾ കോളേജ് പഠനത്തെ കുറിച്ച് പാസ്റ്റർ എന്നോട് പറയുന്നത്. ഞാൻ ആ സമയത്ത് ആത്മഹത്യ പാപമാണെന്നറിയാം, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ മുതിർന്നില്ല. ജീവൻ തന്നത് കർത്താവാണെന്നും അറിയാം. അപ്പോ ജീവൻ തന്ന കർത്താവിന് തന്നെയാണ് ജീവനെ തിരിച്ചെടുക്കാനുള്ള അവകാശവുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. നിരന്തരമായി രാവിലെ പകലില്ലാതെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമായിരുന്നു: കർത്താവേ, എൻ്റെ നന്മ എനിക്ക് നഷ്ടപ്പെട്ടു, അപ്പോൾ എൻ്റെ ജീവനെയും കൂടെ കർത്താവ് എടുക്കണം. എനിക്ക് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വയ്യ എന്നുള്ള ഒരു തീരുമാനത്തോടെ മുന്നോട്ട് പോയതായ സാഹചര്യത്തിലാണ് പാസ്റ്റർ ഇങ്ങനെ ബൈബിൾ കോളേജിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ബൈബിൾ കോളേജ് ജോയിൻ ചെയ്തു. അപ്പോൾ ജിൻഡോ പാസ്റ്റർ ആയിരുന്നു ക്ലാസ് എടുത്തത്. വളരെ ദൈവാലോചനകളൊക്കെ എന്നോട് പറയുവാനിടയായി. അപ്പൊ ഓരോ ദിവസവും കഴിയും തോറും കർത്താവിന്റെ വചനം ആഴത്തിൽ പഠിക്കും തോറും എൻ്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഒരു വ്യത്യാസം വന്നു. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസവും ഉറപ്പും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നീട് കർത്താവിന്റെ ഇഷ്ടം എന്താണോ അത് നടക്കണം എന്നുള്ള ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുവാനിടയായി. അപ്പോൾ ഇന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഞാൻ ആയി തീർന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒക്കെ പിന്നിൽ കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ സുബോധമില്ലാത്തവരെ പോലെ ഈ ഭൂമിയിലായിരിക്കേണ്ടതാണ്. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ വർഷം 10 പേരോട് കൂടെ ഗ്രാജുവേറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് ഞാൻ കടന്നു വന്നത് എൻ്റെ ആങ്ങളയോടും കുടുംബത്തോടും ഒപ്പമാണ്. എൻ്റെ ഹസ്ബൻഡ് വന്നില്ല. ഇപ്പോൾ 24 പേരോട് കൂടെ കർത്താവിന്റെ സന്നിധിയിൽ വചനം പഠിക്കുവാൻ പൂർത്തീകരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് കടന്നു വന്നത് എൻ്റെ ഹസ്ബൻഡിനോട് കൂടെയാണ്. അതും എന്നെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ 3ാമത്തെ വർഷവും കർത്താവിന്റെ വചനം പഠിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇതിനൊക്കെയും ഇടയാക്കി തീർത്തത് ബഹുമാനമുള്ള ഷാജി പാസ്റ്ററാണ്, ഷാജി സിയോൺ സാർ. അവർക്ക് എൻ്റെ നാമത്തിൽ ഒത്തിരി എൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ദൈവം ഇനിയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ വർഷം സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജി എന്ന കോഴ്സ് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് കൊടുക്കുന്നത്
സിസ്റ്റർ തങ്കമ്മ. സിസ്റ്റർ തങ്കമ്മ, നല്ല ക്ലാപ്പ് കൊടുത്താൽ. നെക്സ്റ്റ് ഡിപ്ലോമ ഇൻ തിയോളജി എന്ന 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സിസ്റ്റർ പ്രഭ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് ബെസ്റ്റ് ഔട്ട്ഗോയിങ്സ് അവാർഡ് സ്വീകരിക്കുന്നത്. നല്ലുള്ള പോളതാണ്. യെസ്, അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ ആയിരിക്കുകയും വേദ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ തിയോളജിക്കൽ രീതിയിൽ പഠിപ്പിക്കുകയും ഡോക്ടറേറ്റും എടുത്തിരിക്കുന്ന ബഹുമാനിക്കപ്പെട്ട ദാസൻ റവറൻഡ് കെ.ഒ. തോമസ് സാറിനെ പ്രാരംഭമായി ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താൻ നല്ല ക്ലാപ്പ് കൊടുത്താൽ സാറിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനെ ക്ഷണിക്കുന്നു. Thank you, sir. Thank you. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. ഇതുപോലെ നമുക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വലിയവ നേടാൻ കഴിയും എന്നുറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ. താങ്ക് യു സർ. താങ്ക് യു. അടുത്തതായിട്ട് ബഹുമാനിക്കപ്പെട്ട ദാസന് റവറൻഡ് ഷാജി സിയോൻ അവരുകളാണ്. കർത്താവിന്റെ ദാസൻ വളരെ ദീർഘവർഷം കർത്താവിന്റെ വേലയിലായിരിക്കുകയും അപ്പോൾ തന്നെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുകയും മാത്രമല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാ കൊടുത്ത നിയോഗപ്രകാരം സിയോൺ ഫുൾ ഗോസ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുകയും അതിനകത്ത് പ്രസിഡന്റായും പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിക്കുകയും കൂടാതെ ഈ ശുശ്രൂഷയിൽ വ്യത്യസ്തമായ മേഖലയിൽ അതിനുവേണ്ടി ഒത്തിരി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴും മുങ്ങി നടക്കുമ്പോഴൊക്കെ കർത്താവിന്റെ ദാസൻ എപ്പോഴും ഉണർന്ന് ഓൺലൈനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്തോത്രം. ഒരു ഹോസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അത്രമാത്രം ആഴമേറിയ കഠിനാധ്വാനത്തോടെ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്ന എല്ലാ നിലയിലും ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന കർത്താവിന്റെ ദാസന് ഈ അവാർഡ് കൊടുക്കുന്നത് ഞങ്ങൾ അധികം സന്തോഷിക്കുന്നു. നമ്മുടെ തോമസ് സാറ് തന്നെയാണ് അതിന് ഏറ്റവും അനുയോജ്യനായ സാറിനെ അതിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ അവാർഡ് പ്രിയ സാറിന് കൈമാറും. സമയം കളയുകയല്ല. 48ഓളം കോളേജുകളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വെച്ച് ഏറ്റവും പ്രയത്നം നടത്തിയ, അധ്വാനം നടത്തിയ, മനഃപൂർവ്വം വിദ്യാർത്ഥികളെ ഉയർത്താൻ ശ്രമിച്ച, കഠിന യത്നം നടത്തിയ ദൈവദാസനിൽ ഇത് പോരാ എന്നാണ് സ്വർഗം പ്രതിഫലം നൽകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരും? സ്വർഗം പ്രതിഫലം നൽകും. നമ്മുടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു സ്നേഹിക്കുന്ന കളങ്കം ഒട്ടുമില്ലാതെ കർത്തൃവേലിയിൽ കഠിന അധ്വാനം കഴിക്കുന്നു. നിന്റെ ദാസന്റെ അധ്വാനത്തിൽ മാനിച്ച് അനേക ദൈവമക്കൾ ദൈവവചനം പഠിക്കുവാനും വിദ്യാർത്ഥികൾ പുറത്തു വരുവാൻ ഉപരിയായി അവരിലൂടെ ആത്മാക്കൾ ഇന്ത്യയിൽ പുറത്തു വരുവാൻ ഞങ്ങൾ നിന്റെ ദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ദൈവദാസൻ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനുഗ്രഹമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് ഒരു പുസ്തക പ്രകാശനം ഇവിടെ ചെയ്യാനുണ്ട്.
എന്നിട്ട് ആ പുസ്തകം നമ്മുടെ കെ തോമസ് സാറായിരിക്കും പ്രകാശനം ചെയ്യുന്നത്. കാരണം എഴുത്തുകാരനും കൂടിയാണ് സാറ്. വളരെ നല്ല നിലയിൽ ഡീപ്പായിട്ട് വചനം പഠിക്കുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകനായതുകൊണ്ട് ഏറ്റവും ഉചിതമായത് കർത്താവിൻ്റെ ദാസൻ സാറ് തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ പുസ്തകത്തെ പ്രകാശനം ചെയ്യുവാൻ കർത്താവിൻ്റെ ബഹുമാന്യ ആവശ്യത്തിന് ശ്രമിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തുഷ്ട മാനസത്തോടെയാണ് ഈ രചനയുടെ മുമ്പിൽ സാധുവായി ഞാൻ നിൽക്കുന്നത്. ഇതിൽ വീണ വായിച്ച ഡോക്ടർ വീണയുള്ളതിനാൽ സ്തോത്രം. 2 ദിവസത്തെ വീണയുടെ ശബ്ദം രേഖയാക്കിയതാണ് ഈ പുസ്തകം എന്നറിയുന്നവർ കൈയടിച്ച് ഒന്ന് അനുവദിക്കും. 10 അധ്യായങ്ങളുള്ള സ്വാമി വിവേകാനന്ദനെ പറയാനുള്ളത്, യേശു ക്രിസ്തു മനുഷ്യനായ ദൈവം ആയിരുന്നു. വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോളിയമിൽ 4ാമത്തെ വോളിയം 172-ാം പേജ് 2ാമത്തെ ഖണ്ഡികയുടെ ടൈറ്റിൽ കഴിഞ്ഞ ആദ്യത്തെ വാചകം അതാണ്. യേശു ക്രിസ്തു മനുഷ്യനായ ദൈവം ആയിരുന്നു. ആ മനുഷ്യനായി വന്ന ക്രിസ്തുവിനെ ഇനി അനേക രചനകളിലൂടെ ലോകത്തിന് പ്രകാശിപ്പിച്ചു കൊടുക്കാനുള്ള എപ്പിസ്റ്റമോളജി ദൈവം ആ ബ്രെയിനിൽ സ്ഥാപിക്കട്ടെ എന്നും ആ ഹൃദയം അതിനാവശ്യമായ ഉദ്ധാരണത്തോടെ പുറത്തു വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യും. ഒരു ID കാർഡ് കൊടുക്കുന്നു. കർത്താവിന്റെ പേരിൽ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള ഒരു അവസരമായി തീരട്ടെ. അതിനെ ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താൻ ദാസൻ ഇതിന്റെ ഫൗണ്ടറായിരിക്കുന്ന കർത്താൻ ദാസൻ ഷാജി സിയോൻ അവറുകൾ സിസ്റ്റർ കെസിയ പോലോസിന് ഇപ്പോൾ ആ ID കാർഡ് കൊടുത്ത് ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്യും.
കർത്താവിന്റെ അഭിഷിക്തദാസൻ, ലോകപ്രസിദ്ധനായ ബഹുമാന്യ കർത്താദാസൻ റവറൻ ഡോക്ടർ കെ തോമസ് അവറുകളെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഗസ്റ്റിന് നമ്മൾ നല്ലൊരു അവാർഡ് കൊടുത്താണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ കർത്താദാസൻ ഈ മിനിസ്ട്രിയുടെ പ്രസിഡന്റ് ഫൗണ്ടറുമായിരിക്കുന്ന പ്രിൻസിപ്പളുമായിരിക്കുന്ന റവറന്റ് ഷാജി സിയോൻ അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് മുമ്പിന്റെ കൊടുത്ത കർത്താദാസനെ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. അതിനാദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. തിരുവെഴുത്ത് തിരിച്ചറിയുക എന്നത് എൻ്റെ 53 വർഷത്തെ പഠനത്തിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൂ. നിങ്ങൾ അറിയുന്നത് പോലെ തിരുവചനത്തിൻ്റെ മുമ്പിൽ കുറഞ്ഞ പക്ഷം 4 മണിക്കൂറെങ്കിലും ഡെയിലി ചെലവഴിക്കാൻ അവസരം ദൈവം തന്നുകൊണ്ടിരിക്കുക. നമ്മൾ പറയാറില്ലേ 1 കൊരിന്ത്യർ 2:4 വെച്ച് ഒന്ന് വായിച്ച്. 1 Corinthians chapter 2 verse 4 വായിച്ചാൽ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, നമുക്ക് എന്ത് വേണ്ട? മനുഷ്യരുടെ ജ്ഞാനമല്ല, മനുഷ്യരുടെ ജ്ഞാനം എന്ത് വേണ്ട? അപ്പൊ നമ്മൾ പറയാറുണ്ട് ജ്ഞാനത്തിന്റെ പ്രസംഗകരാണ്, അത് വേണ്ട അല്ലേ? ഈ വാക്യം വെച്ചോണ്ട് നമ്മൾ ജ്ഞാനത്തിന്റെ പ്രസംഗം അല്ല വേണ്ടത്, ഉറപ്പല്ലേ? ഇവിടെ പറഞ്ഞ വാക്ക് ശരിയാ. മനുഷ്യരുടെ ജ്ഞാനം വെച്ച് പ്രസംഗിക്കേണ്ടവരല്ല നമ്മൾ എന്നറിയുന്നവർ എത്ര പേര് ഇരിക്കുന്നുണ്ട്? വേറൊരു ഡൗട്ട് ഇപ്പൊ പോകും, അത് വായിച്ചു കഴിയുമ്പോൾ. അടുത്തത് ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കും. ഈ 2 കാര്യം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ജ്ഞാനത്തിന്റെ പ്രസംഗം പാടില്ല, ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനമായിരിക്കണം അല്ലേ? എക്സിബിഷൻ സ്റ്റോൾ ഓഫ് ദ പവർ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നിടത്ത് വലിയ സന്തോഷമാണ്, അത് വേണമെന്ന്. തന്റെ പുസ്തകം മിക്കവാറൊക്കെ ഞാൻ വായിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാചകം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയണം, ഒരുമിച്ച് ഇപ്പൊ പറയണേ. എല്ലാ ദിവസവും രാവിലെ 4 മണി മുതൽ 6 മണി വരെ ഞാൻ യേശുവിന്റെ അടുക്കിലിരിക്കും. തിരക്കുള്ള ദിവസം 3 മണിക്കൂർ യേശുവിന്റെ അടുക്കിലിരിക്കും. അവിടെ വന്നപ്പോൾ ശരം താഴ്ച. എല്ലാ ദിവസവും 2 മണിക്കൂർ ഇരിക്കും, പക്ഷെ തിരക്കുള്ള ദിവസം ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു മനോഭാവമുള്ളവരെത്ര വരും? ബിസി ഷെഡ്യൂൾ വരുമ്പോൾ മത്തായിച്ച് പ്രാർത്ഥിച്ച പോലെയാ. ദൈവം മത്തായിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, മത്തായിച്ച എന്നോട് പിന്നെ എന്ന് പാസ്റ്റോട് പ്രാർത്ഥിക്കും? ഇന്ന് പ്രാർത്ഥിച്ചു. അതെങ്ങനെ? സകല വിശുദ്ധന്മാരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ സാറുണ്ടായിരുന്നു. ഇത്തരം അഭിനയ പ്രാർത്ഥനയോ അഭിനയ പ്രകടനങ്ങളുടെ സിനിമാ നാടകശാലയുടെ സ്റ്റാറോ ആകാനല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. സുവിശേഷ വയലിൽ എന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഉയരത്തിലേക്ക് വരണമെന്ന് താല്പര്യമുള്ളവരെല്ലാം കൈയൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്താൽ. പക്ഷെ അതിന് താഴെ ഒരു കാര്യം വായിക്കാനുണ്ട്, അത് വായിക്കാറുണ്ട്. ഇനി 6-ാം വാക്യം വായിച്ചത് അത് വായിച്ച് പ്രസംഗിച്ച് കേട്ടിട്ടില്ല. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കും. അതാരും പറയാറില്ല. അവിടെ സ്തോത്രമില്ല. അത് ദൈവജ്ഞാനമാണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വേണം? ആത്മാവിന്റെ പ്രദർശനം വേണം, ശക്തിയുടെ പ്രദർശനം വേണം, ദൈവജ്ഞാനത്തിന്റെ പ്രദർശനം വേണം. ഇത് 3ഉം ഇവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്ന കർത്തൃദാസന്മാർക്ക്, ദാസിമാർക്ക് തുടരേണ്ടതായ കാര്യമാണ്, അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്നവർ എത്ര പേര്? എന്തുകൊണ്ട്? എടുക്കാം 1:28. നിങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കണേ. 1:28 വായിച്ച്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം 1:28 പുസ്തകം പറയാതെ ഞങ്ങൾ എങ്ങനെ വായിക്കും സാറേ എന്നാ ചോദിക്കുന്നത്. വായിച്ചോ. കൊലോസ്യർ 1:28. അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ആ. ഏത് മനുഷ്യനെയും ആ. ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. നിർത്തി വായിക്കണേ. ആ വാക്കൊന്ന് പറഞ്ഞ്. ഏത് മനുഷ്യനെയും ഉറക്കെ പറയും. ഏത് മനുഷ്യനെയും
ഏത് മനുഷ്യനെയും എന്താക്കണം? ക്രിസ്തുവിൽ കംപ്ലീറ്റ് ആക്കുന്നല്ല, പെർഫെക്റ്റ് ആക്കണം. ഒരു സ്തോത്രം പറയാൻ സന്തോഷം. അതിനെന്ത് ചെയ്യുന്നു? അതറിയാൻ അടുത്ത് എങ്ങനെ ഏത് മനുഷ്യനെയും തികഞ്ഞവൻ ആയി നിർത്തേണ്ടതിന് എന്താ ചെയ്യുന്നത്? ഉറക്കെ പറ. പ്രബോധിപ്പിക്കണം. എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ കാര്യം? പെർഫെക്ഷൻ ഓഫ് എ മാൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരുവന്റെ പൂർണ്ണത ലക്ഷ്യമാക്കിയാണ് നമ്മൾ സുവിശേഷ ഫീൽഡിൽ നിൽക്കേണ്ടത് എന്നറിയുന്നവർ കയ്യൊന്ന് ഉയർത്തിയൊരു പോരാ. ആ വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കണം. ആന്റി വായിച്ചോട്ടെ. ആന്റി ആയിരിക്കില്ല പുറകിൽ ഇരിക്കുന്നോണ്ട് എന്നെ കണ്ടു തെറ്റിയതാണ്. ഒരു കൊച്ച വായിച്ച ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനോടും പ്രബോധിപ്പിക്കും. എങ്ങനെ? സായല്ലേ ആ സിസ്റ്റർക്ക് തെറ്റി. നമ്മുടെ ഒക്കെ ബൈബിളിൽ ശകലാണ്. ഇതിപ്പോ ഉണ്ടെന്ന് അറിയില്ലേ? ശകല ജ്ഞാനിൽ സകല ജ്ഞാനമല്ല, സകല ജ്ഞാനമാണ്. ഒരു ആമയെ പറയാൻ സന്തോഷമുള്ളത്. എന്താണ് ജ്ഞാനം വേണ്ടത്? സായാണോ സായാണോ? ഒരു സ്തോത്രം പറയാൻ സന്തോഷമുള്ളത്. ഒരു ഹല്ലേലൂയ പറയാൻ നമുക്കല്ലേ? ഇവിടെ നമ്മുടെ മനസ്സ് ഉയരണം. ഒരുവനെ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആക്കി നിർത്താനായി ഞാൻ ചെയ്യേണ്ട ദൗത്യ നിർവഹണം എന്താണ്? എന്റെ മിഷൻ എന്താണ്? അതിലെന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അതിലെന്റെ ഒബ്ലിഗേഷൻ എന്താണ്? അതിലെന്റെ ഡ്യൂട്ടീസ് എന്താണ്? സമയം 1 മണിക്കൂറേ ഉള്ളൂ. 6 മണിക്കൂർ ഇരിക്കുന്നെങ്കിൽ ഇതൊക്കെ ഒരു മുഖവില പറഞ്ഞു പോകാൻ ഒരു ആമേൻ പറയാം. ഈ ഒറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് സയോൺ ഫുൾ ഗോസ്പൽ സെമിനാരിയിൽ നിന്ന് പുറപ്പെടുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇന്ത്യയിലും 239 രാഷ്ട്രങ്ങളിലും എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ കൈകളൊന്ന് മലർത്തി ഹൃദയം ഉയർത്തി ഈ 3 കാര്യങ്ങളും എന്നിലൂടെ ലോകത്തിലേക്ക് ഇറങ്ങട്ടെ. അതിനുവേണ്ടി അധ്വാനം കഴിക്കാൻ, കഠിനാധ്വാനം കഴിക്കാൻ തയ്യാറാണ് എന്നുള്ളവരൊരു വാക്ക് പ്രാർത്ഥിക്കും. നമുക്കൊരു കൊച്ചു കാര്യം ഇവിടെ ചിന്തിച്ചിട്ട് പോകാം. നിഷ്കളങ്കമായി ദൈവത്തിനോട് പറയാൻ പറ്റുമോ? ഞാൻ കൊലോസ്യ ലേഖനം 1:28-29, 1 കൊരിന്ത്യർ 2:4 മുതൽ 6 വരെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്നതിൽ പരാജയപ്പെട്ട ആളാണ്. പക്ഷെ ഇനി മുതൽ പരാജയം എന്നെ വേട്ടയാടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മാക്സിമം പരിശ്രമം നടത്തും. പരിശുദ്ധാത്മ സഹായത്തോടെ, ദൈവകൃപയോടെ ഉറപ്പുള്ളവർ മാത്രം കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് പോരാ. ഇങ്ങനെ ഹല്ലേലൂയ പറയുകയാണെങ്കിൽ ഞാൻ പ്രസംഗം ഇപ്പൊ നിർത്തും. സ്റ്റാൻഡേർഡ് ആണ്. ഹല്ലേലൂയ അർത്ഥത്തെ പഠിപ്പിച്ചു പറയണം അല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഹല്ലേലൂയ എന്ന വാക്കിന് 5 അർത്ഥങ്ങളാണ്. ലിറ്ററൽ മീനിങ്, സ്പിരിച്വൽ മീനിങ്, അതുപോലെ കമൻട്രി മീനിങ്, അതുപോലെ വിസ്ഡം മീനിങ്. ഇങ്ങനെ 5 വിധ അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം ഞാൻ നിങ്ങൾ പറഞ്ഞു തരും. എന്താ അർത്ഥം? ഹല്ലേലൂയ എന്ന വാക്കിന് ദൈവത്തിന്റെ ശോഭയെ ഞാൻ ഉയർത്തുന്നു എന്നാണ്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ 2 ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഇപ്പോൾ അറിഞ്ഞപ്പോ മാറി അല്ലേ? അറിഞ്ഞപ്പോ കാര്യം മാറി. എങ്കിൽ ഇന്ന് അറിയുന്ന അടുത്ത കാര്യം, 2 കാര്യങ്ങൾ എപ്പോഴും പറയുന്നു 3 എന്താ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. പക്ഷെ ഒരാളെ പെർഫെക്ഷനിലേക്ക് നയിക്കണമെങ്കിൽ അവിടുന്ന് അടുത്ത സ്റ്റേജിലേക്ക് വരണം.
സകല ജ്ഞാനത്തോടും കൂടെ പ്രബോധിപ്പിക്കാനുള്ള വലിയ വഴിവെട്ടലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ദൈവം വഴിയൊരുക്കിയിരിക്കുന്നതെന്ന് അറിയുന്നവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്റർ വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് നമുക്കെതിരെ. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ ഞാൻ പ്രസംഗിച്ചത്. ഒറ്റ വാക്ക് പറയുകയാണ്. സങ്കീർത്തനം 22:16 കൈകളെയും കാലുകളെയും തുളച്ചു. ആ തുളച്ചു അത് ആരി എന്നാണ്. അത് എബ്രായ ഭാഷയിൽ തന്നെ പ്രിന്റ് ചെയ്തിരിക്കുക. അദ്ദേഹം ബുക്കൻ്റെ 14 കൊല്ലം ബഹുമാനപ്പെട്ട MM അക്ബർ അത് വെച്ചുകൊണ്ട് വെല്ലുവിളിച്ച് പ്രസംഗിച്ചു. മറുപടി കൊടുക്കാൻ ആളില്ല എന്നാ പറയുന്നത്. സ്വതന്ത്രം കൃഷ്ണൻകുട്ടി സാറ് മറുപടി കൊടുത്തു. അതിനും എതിരായിട്ട് അവർ പ്രസംഗിച്ചു. അപ്പൊ ക്രൈസ്തവ സംഘടനയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറി എന്റെ വീട്ടിൽ വന്നു തൃശ്ശൂർ. സാറേ ഒരു മറുപടി കൊടുക്കണം. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഏബിൾ ടു ഗിവ് ആൻസർ. ഞാനിത് മറുപടി കൊടുക്കാൻ കഴിവുള്ളവനല്ല. ഞാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കരുത്. ഒരു ഗുണം കിട്ടില്ല. ഉടനെ അദ്ദേഹം പറയും തിയോക്രാറ്റിക് കിങ്ഡത്തിൽ ഒരു മറുപടി സാറ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. അത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ തോന്നി പരിശുദ്ധാത്മാവിനെ എന്നെ ഉപയോഗിക്കാൻ കഴിയും, ശക്തി കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും, ജ്ഞാനം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. 21 ദിവസത്തെ കൺവെൻഷൻ നടക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക്. ആ 21 ദിവസം ഞാൻ ഉപയോഗിച്ചു. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? 21 ദിവസവും ഞാൻ കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥിച്ചു. കയ്യിലുള്ള കമന്ററികൾ 72 എണ്ണമാണ്. അത് മുഴുവൻ പരിശോധിച്ചു. 72 സ്റ്റാൻഡേർഡ് കമന്ററികൾ പരിശോധിച്ചു. കിട്ടിയില്ല. ഒരു പായ വീട്ടിൽ ചെന്നപ്പോഴൊരു പായ എടുത്ത് എന്റെ റൂമിൽ ചെന്ന് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. പറഞ്ഞ് കരുതലില്ല. ഇതിന് മറുപടി കൊടുക്കേണ്ടത് ഞാനാണെങ്കിൽ കർത്താവ് എനിക്ക് തരണം, അല്ല വേറൊരാളാണെങ്കിൽ അത് കണ്ട് ആനന്ദിക്കാനുള്ള അവസരം ഇല്ല. അങ്ങയുടെ ഇഷ്ടം മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഉടൻ പരിശുദ്ധാത്മാവനോട് പറയാണ് ടേക്ക് ടെനാക് ബൈ. വിധിയെഴുത്തുകാരൻ നോക്കിയിരിക്കാൻ നമുക്ക് നേരമില്ല എന്നറിയുന്നവരെ അപ്പൊ നമുക്ക് എന്താ നോക്കാനുള്ളത്? കമ്മീഷൻ ലഭിച്ചതാണ്. 5 ഇടങ്ങളിൽ എഴുതിയിരിക്കാതെ അത് നോക്കുന്നവരാണെങ്കിൽ എന്റെ പാസ്റ്റർ എന്നെ ഉത്സാഹിപ്പിക്കുന്നില്ല. ഷാജി പാസ്റ്ററിന്റെ തിരക്ക് കൂട്ടണം ഓമനെന്നൊന്നും വിളിക്കുന്നില്ല. പണ്ട് മര്യാദക്ക് ഓമനെന്ന് വിളിച്ചു പോ സൂചന പറയുന്നത്. റോസിലില്ലേ അല്ലേ? റോസിലല്ലേ? എനിക്ക് എന്റെ ആ സ്ഥലത്തിന്റെ പേരെന്താ? കോതമംഗലത്തെ സെൻട്രൽ കൺവെൻഷനെ ആകെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെൻട്രൽ കൺവെൻഷന് ഒരു പേരാന്നത് എന്റെ വിദ്യാർത്ഥിയാണ്. നിങ്ങളാരും തരാത്തിന് വിഷമിക്കണ്ട, എനിക്ക് തരാം. ഇത്രയും ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്റെ വീട്ടില് വില കൂടിയൊരു പേര് അമേരിക്കത്തെ ഒരു കാര്യത്തില് ദൈവം സൗഖ്യമാക്കിയതിന്റെ പേര് എന്റെ തന്നു ഒരാള്. എന്നാൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന റോസിയുടെ പേരാണ്. റോസിനിക്കാരുടെ ചരിത്രം ഞാൻ എഴുന്നേറ്റ ആദ്യം കാണുന്നത് റോസിനിയുടെ പേരെയാണ്. എല്ലാ 2 മാസം കൂടുമ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരുവൻ അവന്റെ ഭാര്യയ്ക്ക് ലഭിച്ച വലിയ സൗഖ്യത്തിൽ ഒരു പെടാ പേര കൊണ്ടുവന്നു. ആ പേര പണ്ടത്തെ ബുഷ് കുത്തിയിരുന്ന പേരയാണ്, ടോപ്പ് പേരയാണ്. പക്ഷെ ഇന്ന് വരെ അത് വെച്ച് ഞാൻ സന്തോഷിച്ചിട്ടില്ല. പക്ഷെ റോസിൽ വെച്ച പേരയിൽ ഞാനൊരു ഹല്ലേലൂയ പറയൂ. ഇത് തന്ന കൊച്ചിന്റെ കയ്യിൽ 1000ങ്ങൾക്ക് വേണ്ടിയുള്ള രേഖ പുറത്തു വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സുകൊണ്ട് പറയാറുണ്ട്, ആ വസ്തുവിന്റെ വിലയല്ല, തന്ന ഹൃദയത്തിന്റെ മൂല്യമാണത് എന്നറിയുന്നെങ്കിൽ നമ്മുടെ കർത്താവിനോട് ഉറക്കെ പറയാം, പരിശുദ്ധാത്മാവിനെ തന്ന, രക്ഷ തന്ന, രക്ഷകനെ തന്ന, ഭാവിയിൽ നമുക്ക് വേണ്ടിയിരിക്കുന്ന രാജ്യത്തെ തന്ന അവനോടുള്ള കടപ്പാട് നിവർത്തിക്കാൻ, അതാണ് ഒബ്ലിഗേഷൻ.
നിവർത്തിക്കാൻ, ആ കൽപ്പനയെ, ആ നിയമനത്തെ, ആജ്ഞയെ അനുവർത്തിക്കാൻ ഇന്ന് അതിന്റെ ഉള്ള അർത്ഥത്തിൽ ഞാൻ തയ്യാറാണെന്നുള്ളവർ എത്ര പേര്? നമ്മുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് നിഷ്കളങ്കമായി തീരുമാനമുള്ളവർ മാത്രം ആ കൈ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ താഴ്ത്തിക്കോളും. അല്ലെങ്കിൽ താഴ്ത്തിക്കോളും, കുഴപ്പമില്ല. ഒരു നല്ല ആദ്യം പറഞ്ഞെങ്കിലേ പറ്റൂ. ഇതാണ് 2ാം ക്ലാസ്സുകാരനെയും 1ാം ക്ലാസ്സുകാരിയെയും ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ പേനയുടെ പണത്തിന്റെ വലുപ്പത്തിലല്ല, അത് തന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയുടെ വലുപ്പത്തിലാണ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? പണത്തെക്കാൾ വലുത് ആത്മാക്കളാണെന്ന് അറിയുന്നവർ എത്ര പേര് കൂടിയാണ്? ഒരു ഹല്ലേലൂയ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ആജ്ഞ നിവർത്തിക്കാൻ ഡോർ ടു ഡോർ, ഉറക്കെ പറഞ്ഞില്ല, ഡോർ ടു ഡോർ, ഉറക്കെ പറ. ഈ വാതിൽ നിന്ന് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അടുത്ത. ഇപ്പൊ അത് പറ്റാത്ത കുറെ അന്തരീക്ഷങ്ങൾ വന്നിട്ടുണ്ട്. ബഹ്റൈനിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പോ വിശ്രമിച്ചത് ചൈനയിൽ ബിസിനസ് ഉള്ള ഒരുത്തന്റെ വീട്ടിലാണ്. അവൻ എന്നോട് പറയുകയാണ്, സാറേ എന്റെ വൈഫിന് ഒരു ജോലിയില്ല, ഇവിടെ അടുക്കളയിൽ വേറെ പണിക്കാരൻ്റെ സെർവൻ്റ് ഉണ്ട്, അവൾക്കൊരു ജോലി പാസ്റ്റർ കൊടുക്കണം, അവൾക്ക് ശമ്പളത്തിനല്ല, അവൾക്കൊരു ജോലി കൊടുക്കണം. ഞാൻ വിളിച്ചു, മോളെങ്കിലും വന്ന് നീ എന്തുവരെ പഠിച്ചു? ഞാൻ 2 PG കഴിഞ്ഞു. ഗൂഗിളില് 85 ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പേജ് സുവിശേഷം എഴുതുക. ചൈനയിൽ നിന്ന് ഹസ്ബൻഡ് വരുമ്പോൾ ഒരു 10 ID ഉണ്ടല്ലോ, എല്ലാ പ്രാവശ്യം വരുമ്പോൾ 10 എണ്ണം നോക്കുക. എന്നിട്ട് ഇത് എഴുതിയിട്ട് ചൈന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയക്കണം. പറ്റുമെന്ന് ചോദിച്ചു. കണ്ണടച്ചിട്ട് കണ്ണ് നിറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യെസ് ഐ ആം റെഡി. ഇവിടെയുണ്ടോ? പിന്നെ ഞാൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, ഹൗ ഈസ് യുവർ ഇവാഞ്ചലൈസേഷൻ? മറുപടി, 12,000 ചൈനക്കാരെ സുവിശേഷം അറിയിക്കാൻ ഈ മെയിൽ വഴി ദൈവനെ അറിയിച്ചു. ഒരു നല്ല ഹല്ലേലൂയ വന്നില്ലല്ലോ. ഒരാൾ മാത്രം കൈയടിച്ച് ആനന്ദിക്കുക. അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് കൈയടിച്ച് ആനന്ദിച്ചൂടെ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈയൊന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്, അവർക്കൊരു ഹല്ലേലൂയ പറഞ്ഞ്. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാക്കും വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ സന്ദേശം. ചേർന്ന്, വിമല മനോഹര സുവിശേഷം ഹാ മംഗള ജയ ജയ. ആമേൻ. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്രൂസൈഡ് നടത്തണം എന്ന ക്രൂശില്ലാത്ത ചിന്ത ഇന്ന് ക്രൂശിക്കണം. ആത്മാക്കളെ നേടുന്നതാണ് വലുത് എന്നറിയുന്നവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച. ഒന്ന് കൈ ഉയർത്തി എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഒന്ന് പോക്കലിട്ട് പറയണം. അടങ്ങിയിരിക്കട്ടെ, അവിടെ അടങ്ങിയിരിക്കേ. നിന്റെ കണക്ക് കൂട്ടിലല്ല എനിക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ ആ ഉയരത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുക. നിത്യമായ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആവാജം എന്ന് പറഞ്ഞു, നോ. നിത്യമായ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ ഇങ്ങനെ ചെയ്താൽ, ഓർക്കെ പറയൂ, നമ്മളും ഇതുപോലെ ഉദാഹരണമായി തീരും. 1000 വിടുതലിന് വേണ്ടി എന്നറിയുന്നവർ പറ, സകല ഉത്സാഹവും കഴിച്ചു.
സകല ഉത്സാഹം കഴിച്ചു, സകല ഉത്സാഹം കഴിച്ചു. ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാറാണ്. നമ്മുടെ കൈകൾ ഉയർത്തി ഉയരത്തിട്ട് പറയാൻ കർത്താവേ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദയയുടെ സീമാതീത വലുപ്പം എന്നിൽ നീ അങ്കുരിച്ചതിനാൽ ശംഖ് വെച്ച് ഇവിടെ വരാൻ അവസരം തന്നതിനാൽ നന്ദി പറയുന്നവരുണ്ടെങ്കിൽ നന്ദി കൊണ്ടെന്റെ ഉള്ള നമ്മെ നിറയുന്ന ചേർന്ന് കർത്താവിന്റെ ധന്യമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകല് വാഴ്ചമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വീഴുന്നവരെ നോക്കരുത്, വീഴാൻ നിൽക്കുന്നവരെ നോക്കരുത്. നമ്മുടെ മുമ്പിൽ വലിയൊരു ഓട്ടം വെച്ചിട്ടുണ്ട്, ഒരു വലിയ ബിരുദം പ്രാപിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ തീമോഥെയോസ് പറഞ്ഞിരിക്കുന്ന വാക്യം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ സുവിശേഷത്തെ മാറ്റാതെ, നമുക്ക് വേദികൾ കിട്ടുന്ന രീതിയിൽ സുവിശേഷത്തെ മാറ്റാതെ, വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സുവിശേഷത്തെ സത്യമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത, അടുത്തത് വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽക്കാൻ ശ്രമിക്കുക. പ്രിയ കേതവ സാറ് പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കോളേജിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മുടെ ഐഡിയയിൽ തന്നിരിക്കുന്നത്. പക്ഷേ സാറിന്റെ സെമിനാരിൽ നിന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞു. ഞാനിത് വിശ്വാസത്താൽ നാമൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, വരുന്ന ആളുകളിൽ ഇത് സെമിനാരിയായി മാറട്ടെ. അപ്പൊ തന്നെ തുടർന്നുള്ള VTH കോഴ്സുകൾ, MDU കോഴ്സുകളൊക്കെ ഇതിനോട് ആഡ് ചെയ്യാൻ സഹായിക്കട്ടെ. ഇതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ, സ്വന്തമായി ഓഫീസുകൾ ഉണ്ടാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന PMJ സഭയുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്ന അഭിഷേകന്മാർക്ക് നന്ദി അറിയിക്കുന്നു. കർത്താവിനോട് ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു.
ദൈവം നമ്മെ നിയോഗിച്ച് ആക്കിയിരിക്കുന്നു. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ
തികഞ്ഞവനാക്കുന്ന ഒരു മഹനീയ ശുശ്രൂഷ ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പുതിയ തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഫുൾ ഗോസ്പൽ ഈ ബൈബിൾ ക്ലാസിന്റെ കർത്താവേ സെമിനാരിയുടെ ഈ ഗ്രാജുവേഷനോട് അനുബന്ധിച്ച് കർത്താവേ പ്രഭാതത്തിൽ മുതൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ ദൈവം സഹായിച്ചു. ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവേ ദൈവവചനം പഠിച്ചത് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ തീരുമാനത്തോടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഏതു മനുഷ്യനെയും തികഞ്ഞനാക്കുന്ന, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്ന ഒരു മഹനീയ ശുശ്രൂഷ അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയാലും കർത്താവെ അതിനെല്ലാം തരണം ചെയ്ത് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അത് വിശ്വസ്തയോടെ ചെയ്തെടുക്കുവാൻ ആവശ്യമാർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും അഭിഷേകവും അവരുടെ മേൽ അവിടുന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്ത തീരുമാനത്തിൽ ഒരു ചുവട് പോലും പിന്നോട്ട് പോകുവാൻ ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ഷാജി പാസയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇതിന്റെ പിന്നിൽ ഒത്തിരി കണ്ണുനീര്, പ്രാർത്ഥനകൾ, ഒത്തിരി അധ്വാനം, ഓട്ടം, ഉറക്കളപ്പ് എല്ലാം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ ദാസനെ ദൈവം പൂർണ്ണമായി അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇനി ശക്തിയോടെ ദൈവം ഉപയോഗിക്കുമാറാകണമേ. ഈ ഭൂമിയിൽ എത്രമാത്രമായ ആരോഗ്യം കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ, അത് മുഴുവനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെലവിടുവാൻ ഞങ്ങളുടെ ദാസനെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം. അധിക കൃപ നൽകി ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അധ്യക്ഷം വഹിച്ച കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, വചന ശുശ്രൂഷിച്ച തോമസ് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസന് ശാരീരികമായിരിക്കുന്ന ബലഹീനത ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് ഇന്ന് പകൽ കർത്താവയുടെ കടന്നു വരുവാൻ, കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ ദൈവിക ആലോചനകളെ ഞങ്ങളോട് അറിയിപ്പാൻ കർത്താവ് അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ശരീരാത്മതകളെ ബലപ്പെടുത്തണമേ. ഇനിയും ശക്തിയോടെ ദൈവം ഉപയോഗിക്കുമാറാകണമേ. കർത്താവെ, ആ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് ദൈവം അങ്ങയുടെ ദാസനെ അവിടുന്ന് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങളാൽ ലഭിച്ച കർത്താവിന്റെ ദാസനെയും മറ്റേ ടീമിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവവചനം പഠിച്ച ദൈവദാസന്മാരെ പഠിപ്പിച്ച ദൈവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണം. പലരും ബലഹീനതമായ സാഹചര്യങ്ങൾ കടന്നു പോകുന്നു. കർത്താവ് ബലം പകരണമേ, ശക്തി പകരണമേ, ദൈവകൃപ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ എന്ന് വചനം പഠിച്ച് ഹല്ലേലൂയ ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ അഭിഷിക്തമാരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അടികൾ എല്ലാവരെയും ദൈവം സഹായിക്കണം. ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ക്രമസാന്നിധ്യം കൂടിയിരിക്കണം. യാത്രയിൽ കർത്താവെ, ആപത്തോ അനർത്ഥങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടാകാതെ ക്ഷേമത്തോടെ ഞങ്ങൾക്ക് മടങ്ങി പോകുവാൻ സഹായിക്കണം. ഇനി ഞങ്ങൾ കൂടി കാണുമ്പോഴും അങ്ങയുടെ ചിറകിന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും മറച്ചുകൊള്ളുമാറാകണം. എല്ലാ മഹത്വവും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ പ്രാർത്ഥന നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തോടെ ഇപ്പോ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗ കൂട്ടായ്മയും കാവലും ഇന്ന് പകൽക്കാലം രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളോടും കടന്നു വന്ന് വചനം സംസാരിച്ച കർത്താവിന്റെ അഭിഷേകത്തിനോടും കർത്താവിന്റെ നേതൃത്വം കർത്താവിന്റെ ദാസനോടും കർത്താവ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഗാനശുശ്രൂഷ നിർവഹിച്ചവരോടും ഇന്ന് മുതലേക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെ
ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ഇത്രത്തോളം ചെന്ന കർത്താവിന് കരകൊടുത്ത് 3 ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരുമാറാകണം. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.